ഇറാനുമായുള്ള സംഘർഷങ്ങൾക്കിടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ ഇറാൻ തീരത്തേക്ക് അമേരിക്ക അയക്കാനിരിക്കുകയാണ്. ഒപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പുറപ്പെട്ടിട്ടുണ്ടല്ലോ അമേരിക്കയിലേക്ക്. എന്താണ് വിവരങ്ങൾ? ക്രിസ്റ്റീന, കാര്യങ്ങൾ ഇച്ചിരി കുഴപ്പത്തിൽ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പൽ കൂടി ഇറാന്റെ തീരത്തേക്ക് അയക്കാൻ പോകുന്നുവെന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. നേരത്തെ സൗത്ത് ചൈന സീയിൽ കടലിൽ കിടന്നിരുന്ന എബ്രഹാം ലിങ്കൻ, USS എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി യുദ്ധക്കപ്പൽ അയച്ചിരുന്നു. അവിടെ 90 യുദ്ധവിമാനങ്ങളുമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ തന്നെ ഡിസ്ട്രോയേഴ്സ് അറബിക്കടലിലുമായിട്ട് കാത്തു കിടക്കുകയാണ്. അതിന് പുറമെയാണ് രണ്ടാമത് ഒരു വിമാനവാഹിനി യുദ്ധക്കപ്പൽ വരുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ സാധ്യതയും സംഘർഷവും വർദ്ധിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇതിൽ നിർണായക തീരുമാനമെടുക്കാൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ നിന്ന് വാഷിങ്ടണിലേക്ക് യാത്ര തിരിച്ചു എന്ന വാർത്ത കൂടിയാണ് വരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുമായിട്ടാണ് ഇസ്രായേൽ പോകുന്നത്. അമേരിക്ക ഇറാനുമായി യുദ്ധത്തിന് തയ്യാറല്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമെന്നുള്ള ഭീഷണി മുഴക്കി കൊണ്ടാണ് അവർ ചെല്ലുന്നത്. എന്തായാലും ബാലിസ്റ്റിക് മിസൈലുകൾ ആയിരക്കണക്കിന് ഇറാൻ കുന്നുകൂട്ടുന്നു. അത് ഇസ്രായേലിനെ ആക്രമിക്കാൻ എന്നുള്ള ചിന്തയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. പക്ഷെ ഇറാൻ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കയറി ആക്രമിക്കില്ല, ഞങ്ങൾ ആക്രമിക്കാൻ വന്നാൽ തിരിച്ചടിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇറാൻ ഒരു യുദ്ധം വരികയാണെങ്കിൽ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ച് കൂട്ടാളികളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഇറാൻ തന്നെ അവിടുത്തെ യമനിലെ ഹൂതികളുമായി അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾ, സൗഹൃദമുള്ള അറബ് രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നു. ഒമാനിൽ പോയി ഒമാനിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഒമാനാണ് ഈ ചർച്ചകൾക്ക്, സമാധാന ചർച്ചകൾക്ക്, മധ്യസ്ഥ ചർച്ചകൾക്ക് മധ്യസ്ഥരായിട്ട് നിൽക്കുന്നത്. ഒമാനിലെ മസ്കറ്റിലാണ് ചർച്ച നടക്കുന്നത്. അമേരിക്കയുമായിട്ട് അവസാനവട്ട ചർച്ച നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ചർച്ച കൂടി പരാജയപ്പെട്ടാൽ ഒരു യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ഒരുപോലെ സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ അതിനുള്ളിൽ ഇറാൻ എന്തെങ്കിലുമൊക്കെ ഡീലുകൾക്ക് സമ്മതിച്ചാൽ യുദ്ധം ഒഴിഞ്ഞു പോയേക്കാം. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാനിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അവിടുത്തെ പൗരബി എന്ന ഒരു ഇറാനിയൻ ചെറുപ്പക്കാരൻ, അദ്ദേഹം സ്വയമായിട്ട് ആത്മഹത്യക്ക് തയ്യാറായി എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതിലധികം 10 മിനിറ്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങളിൽ 40,000 പേര് ഇറാനിൽ കൊല്ലപ്പെട്ടു. നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭം നടത്തിയത്. പക്ഷെ നിങ്ങളിപ്പോൾ വഞ്ചിക്കുകയാണ്. ഇവിടെ കൊല്ലപ്പെട്ട 40,000 പേരുടെ പേരിൽ പറയുന്നു, ഇറാനിൽ ഈ ഭരണമാറ്റത്തിന് നിങ്ങൾ നേതൃത്വം നൽകണം, മുന്നോട്ട് വരണം എന്നുള്ള ഒരു ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. ഇറാനിൽ പ്രക്ഷോഭകരുടെ ഒരു വികാരം ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ള തരത്തിലാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും പ്രശ്നങ്ങൾ അതീവ വളരെ സങ്കീർണമായി തുടരുകയാണ് കാശ്മീർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.